ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ഇഡ്ഡലീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 3/4 കപ്പ് ഉഴുന്ന് പരിപ്പാണ്. അപ്പോൾ ഇവിടെ ഞാനിതാ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഇഡ്ഡലിക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റും നല്ലൊരു മണവും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇവിടെ പച്ചരി ഉഴുന്നൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 3 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പം നമ്മുടെ ഈ ഒരു പച്ചരിയും ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചോറാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2.5 കപ്പ് പച്ചരിക്ക് 2 കപ്പ് ചോറാണ് എടുക്കുന്നത്. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പം ഒരുപാട് വെള്ളമായിരിക്കും ഇതുണ്ടാവുക. നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഇവിടെ ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പിറ്റേന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഇത് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ടൈമിന് ഓപ്പൺ ചെയ്തപ്പം തന്നെ ഈ ഒരു ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇത് കുറച്ചൊന്ന് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കട്ടെ. എന്നാലേ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഓരോന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം.
അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്